കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൽ ഇനി പുതിയ രേവതിയും പുതിയ വിശേഷവും. അതേ പ്രേക്ഷകരെ, നമ്മൾക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് പുതിയ രേവതി, നമ്മുടെ റബേക്ക പുതിയ രേവതിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര നിരാശയിലാണെന്ന് അറിയാം. നമ്മുടെ എന്താ പറയാ, ഗോമതി പ്രിയ പോയതിന്റെ ആ ഒരു നിരാശ നമ്മൾക്ക് പ്രേക്ഷകർക്ക് ഇപ്പോഴും ഉണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഗോമതി പ്രിയ തിരികെ വരുമെന്നുള്ളൊരു ശുഭ പ്രതീക്ഷയിലാട്ട് ഇപ്പോഴും പ്രേക്ഷകര്. എന്തായാലും ഇപ്പോൾ നിലവിലെ നമ്മുടെ റബേക്കയാണ് നമ്മുടെ രേവതിയായിട്ട് തുടരുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലാണ് നമ്മുടെ റബേക്ക നമ്മുടെ രേവതിയായിട്ട് വന്നതായിട്ട് ആദ്യം തന്നെ കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ സച്ചിക്ക് അരികിലേക്ക് പോകുന്നതും, സച്ചി ഇങ്ങനെ നമ്മുടെ രേവതിയെ കാണുമ്പോൾ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇന്ന് ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ നമ്മുടെ രേവതിയായിട്ട് പുകഴ്ത്തുന്നുണ്ട്. ശേഷം താനൊരു സ്വപ്നം കൊണ്ടുപോകുന്നും ഒക്കെ നമ്മുടെ രേവതിനോട് പറയുന്നുണ്ട്. അപ്പൊ രേവതി ആ സ്വപ്നം ഇങ്ങനെ എന്ത് സ്വപ്നമാണ് കണ്ടതെന്നൊക്കെ ഇത് ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചി അത് വന്ന് അഭിനയിച്ച് കാണിക്കും കേട്ടോ. സച്ചി ഇങ്ങനെ രേവതി എന്ന് പറഞ്ഞ് ഓടി വരുന്നതും നമ്മുടെ രേവതിനെ ഇങ്ങനെ എടുത്ത് പൊക്കുന്ന ഒരു രംഗം കേട്ടോ. അപ്പൊ ചോദിക്കുന്നുണ്ട് രേവതി, എന്തിനെങ്കിലും ഇപ്പൊ എടുത്ത് പൊക്കിയത്, സ്വപ്നത്തിൽ എന്തായിരുന്നു സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി പറയുന്നത്, ഞാൻ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നീ എന്താ പറയാ, നീ പ്രഗ്നന്റ് ആണെന്നുള്ളൊരു വിശേഷമാണ് ഞാൻ അറിയുന്നത്. അതിന്റെ ഒരു സന്തോഷത്തിൽ നിന്നെ എടുത്ത് പൊക്കി കറക്കുന്ന, ഇതുപോലെ ഞാൻ കറക്കുന്നൊരു രംഗം തന്നെയാണ് സ്വപ്നം കണ്ടതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയും രേവതിയും ഇങ്ങനെ പരസ്പരം പറയുന്നതും ചിരിക്കുന്നതും അവർ തമ്മിലുള്ള ആ ഒരു ചെറിയ പരിഭവങ്ങളും ആ ഒരു പ്രണയമൊക്കെ തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും പയ്യെ നമ്മുടെ റബേക്കയുമായി നമ്മൾ പൊരുത്തപ്പെടുമായിരിക്കും അല്ലെ. എന്തായാലും ഗോമതി പ്രിയ അത്രയ്ക്ക് അങ്ങോട്ട് മായ്ച്ചു കളയാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ സച്ചിയും രേവതിയുമായിട്ടുള്ള ഒരു പ്രണയ മുഹൂർത്തങ്ങൾ വരുമ്പോഴേ, ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ പുതിയ രേവതി അങ്ങോട്ട് നമ്മുടെ നെഞ്ചിലോട്ട് കയറാൻ സാധ്യതയില്ല. എന്നാലും പോകെ നമ്മുടെ രേവതിയുടെ സ്ഥാനം നമ്മുടെ റബേക്കയ്ക്ക് കൊടുക്കുമായിരിക്കും അല്ലെ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ, ഇവിടം വരെയൊക്കെ ആയി തീരും. ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.